ആഗോള സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ട്രംപ് എന്നാണ് വാർത്തകൾ. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ട്രംപിൻ്റെ അഭിപ്രായ വ്യത്യാസത്തിന് കാരണം ട്രംപിനെ മോദി നൊബേലിന് ശുപാർശ ചെയ്തില്ല എന്നുള്ളതാണത്രേ. കാരണം മറ്റൊന്നുമല്ല, ആവർത്തിച്ച് ട്രംപ് മോദിയോട് ആവശ്യപ്പെട്ടു. മോദി മൈൻഡ് ചെയ്തില്ല തന്നെ നൊബേലിന് ശുപാർശ ചെയ്യണമെന്നുള്ള കാര്യം. കാരണം നമുക്കറിയാം, ലോകമെമ്പാടുമുള്ള പല യുദ്ധങ്ങളും അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ താൻ നടത്തുന്നുവെന്ന് വീമ്പും വീരവാദവും മുഴക്കുന്ന ഒരു പ്രസിഡൻ്റായി ട്രംപ് മാറുകയാണ്. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു, പക്ഷെ അതെങ്ങും എത്തിയില്ല. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു, അതെങ്ങും എത്തിയില്ല. അങ്ങനെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ പോലും നിർത്തിവെച്ചത് തൻ്റെ ശ്രമം കൊണ്ടാണെന്ന് ട്രംപ് ആവർത്തിക്കുകയാണ്. ഇതൊക്കെ വെറുതെ ആണെന്ന് ആഗോള മാധ്യമങ്ങൾക്കൊക്കെ അറിയാം. വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വലിയ വാർത്ത എന്നുള്ളത്, ഈ യുദ്ധം അമേരിക്ക കൂടുതലായി ആഗ്രഹിക്കുന്നുണ്ട്, യുദ്ധങ്ങൾ പല സ്ഥലങ്ങളിലും എന്നുള്ളതാണ്. അതിന് വലിയ ബിസിനസ് കണക്കുകളുമൊക്കെ പുറത്തു വരികയാണ്. അതായത് 2026 ആകുമ്പോഴേക്കും ആഗോള സൈനിക ചെലവിൻ്റെ, അതായത് ലോകമെമ്പാടുമുള്ള കണക്കാണ്, അതിൻ്റെ 40% അമേരിക്കയുടെ ആയിരിക്കും എന്നുള്ളതാണ് ഒരു കണക്ക് പുറത്തു വരുന്നത്. അതായത് അതിന് തൊട്ടടുത്ത 9 രാജ്യങ്ങൾ ചിലവഴിക്കുന്ന ആകെ തുകയ്ക്ക് തുല്യമായുള്ള തുക അമേരിക്ക ഒറ്റയ്ക്ക്, അതായത് ആയുധ കച്ചവടമാണ്, ഈ ബിസിനസ്സാണ്, ആയുധ ബിസിനസ്സാണ്. ഇത്തരം യുദ്ധങ്ങളിലേക്ക് ആളുകളെ വലിച്ചിഴയ്ക്കുന്നു, അവിടെ സമാധാന ശ്രമമെന്ന് പറഞ്ഞ് ഇടപെടുന്നു, ഇത്തരം ആളുകൾക്ക് ആയുധങ്ങൾ വിൽക്കുന്നു. ഇതാണൊരു തന്ത്രം. യുക്രൈൻ യുദ്ധം പ്രതിരോധ വ്യവസായ ലാഭത്തെ വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഭാവിയിലെ സംഘർഷങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു പുനഃസജ്ജീകരണ ചക്രത്തെയും ഇത് ത്വരിതപ്പെടുത്തിയിട്ടുണ്ടെന്നുമൊക്കെയാണ് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കാരണം യുക്രൈൻ തുടർച്ചയായി അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് വച്ച് അമേരിക്കയുടെ ആയുധ നിർമ്മാതാക്കൾ റെക്കോർഡ് ലാഭം രേഖപ്പെടുത്തുന്നു എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. സമീപത്തെ ദശകങ്ങളിലൊന്നും കാണാത്ത രീതിയിൽ ഈ ആയുധ കച്ചവട ബിസിനസ് വല്ലാതെ വിപുലപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ ORFിൻ്റെ പുതിയ റിപ്പോർട്ടിൽ പുറത്തു വരുന്ന കണക്കുകളാണ്. സൈനിക വ്യവസായ സമുച്ചയത്തിൻ്റെ ശക്തി, അതായത് സൈനികപരമായ വ്യവസായം, അവിടെ അവരുടെ ലോബിയിങ്, പ്രചരണ രംഗത്തെ സംഭാവനകൾ, തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ സംഭാവനകൾ, സർക്കാരിനും വ്യവസായത്തിനും മറ്റും ഇടയിൽ കറങ്ങുന്ന ഒരു ലോബി രൂപപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അമേരിക്കൻ ഭരണകൂടത്തെ പോലും ചലിപ്പിക്കുന്ന വിധത്തിൽ, സ്വാധീനിക്കുന്ന വിധത്തിലുള്ള ഒരു ലോബിയിങ് ഇതുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ കരാറുകാരാകട്ടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പോലും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. വലിയ ബിസിനസ്സുകാരനാണ് ട്രംപ്, നമുക്കറിയാം, ലോകത്തെ കോടീശ്വരന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിനും അനവധി ബിസിനസ്സുകളുണ്ട്. അത് ഈ ആയുധ കച്ചവടവുമായൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസായി കൂടിയാണ് ട്രംപ് എന്നതുകൂടി നമ്മൾ ചേർത്ത് വെക്കണം. അങ്ങനെ ഇപ്പോഴത്തെ ട്രംപിൻ്റെ നീക്കവും അദ്ദേഹത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലുള്ള ഇടപെടലുമൊക്കെ കാണുമ്പോൾ ഇത്തരം സംശയങ്ങൾ ലോകരാജ്യങ്ങളിൽ പലരിലും ഉയർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ട്രംപ് ആവർത്തിച്ച് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടും മൈൻഡ് ചെയ്യാതെ, ചില വിട്ടുവീഴ്ചകൾക്കൊന്നും തയ്യാറാവാതെ സ്റ്റബേണായി നിൽക്കുന്നതിന് ഒരു കാരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശീതയുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം ഒരു പ്രതിരോധ വ്യവസായ പ്രതിനിധി സദാം ഹുസൈനെയൊക്കെ വല്ലാതെ പുകഴ്ത്തുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. കാരണം സദാം ഹുസൈൻ കുവൈറ്റ് യുദ്ധം ആരംഭിച്ചപ്പോൾ വലിയ തോതിൽ കുവൈറ്റ് തങ്ങളുടെ എണ്ണയുടെ പണം കൊണ്ട് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി. കുവൈറ്റ് മാത്രമല്ല, സദാമിൻ്റെ ഭീഷണി കാരണം ഗൾഫ് രാജ്യങ്ങളിലെമ്പാടും ഈ പ്രവണത കണ്ടു. അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ വലിയ തോതിലുള്ള ബിസിനസ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായി എന്നാണ് ഒരു ആയുധ വ്യാപാരി സദാമിനെ പ്രശംസിച്ചുകൊണ്ട്, ലോകമെമ്പാടും സദാം ഹുസൈനെ ആ തരത്തിൽ കുറ്റപ്പെടുത്തുമ്പോഴും പ്രശംസിച്ചുകൊണ്ട് ഒരു യുദ്ധവ്യാപാരി പറഞ്ഞത് എന്ന് പണ്ടുള്ള മാധ്യമങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം. കോടിക്കണക്കിന് രൂപയുടെ പുതിയ കരാറുകൾ ഈ രാജ്യങ്ങൾ കിട്ടി എന്നുള്ളതാണ്. ഇതിനെ അങ്ങനെ ഒരു വലിയ വ്യവസായമായി, ഒരു വലിയ ബിസിനസ്സായി ഇത് മാറുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത് 5 സ്ഥാപനങ്ങളാണ് പ്രധാനമായും. അതിൽ ഈ സ്ഥാപനങ്ങളൊക്കെ ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയും, RTX എന്ന സ്ഥാപനം, ജനറൽ ഡൈനാമിക്സ്, നോർത്ത്രോപ്പ് ഗ്രൂമാൻ, ബോയിങ് എന്നീ 5 സ്ഥാപനങ്ങളാണ് ഇപ്പോൾ പെൻറ്റഗണിൻ്റെ വാർഷിക കരാറുകളിൽ വലിയ ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. 2020നും 2025നും ഇടയിൽ US-ൻ്റെ പ്രതിരോധ കരാറുകളുടെ 3/1 ഭാഗവും ഈ കമ്പനികൾ നേടിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഇവരൊക്കെ US-ൻ്റെ അധികാര അകത്തളങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന പശ്ചാത്തലം, അതായത് $2.4 ട്രില്യൺ ഏകദേശം $771 ബില്യൺ ഇവർ കിട്ടി എന്നുള്ളതാണ് പുതിയ കണക്കുകൾ പുറത്തു വരുന്നത്. ഇത് മൊത്തം അവരുടെ ഒരു കണക്ക് $2.4 ട്രില്യൺ US-ൻ്റെ ആയുധ
പ്രതിരോധ ബജറ്റ് എന്നൊക്കെ പറയുന്നത്. അതിൽ $771 ബില്യൺ ഈ 5 കമ്പനികൾക്ക് മാത്രം കിട്ടി എന്നുള്ളതൊക്കെ ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. ഇത് US ചെലവഴിക്കുന്ന നയതന്ത്രം, വികസനം, മാനുഷിക സഹായം എന്നിവയ്ക്കുള്ള US ചെലവിനേക്കാൾ വളരെ കൂടുതലാണ് ഇത്തരത്തിലൊരു ഇത് പലരും ഈ ആയുധങ്ങളൊക്കെ അവർ പുറം രാജ്യങ്ങളിലേക്ക് വിൽക്കുകയാണ് എന്നതുകൂടി ചേർത്ത് വെക്കുമ്പോഴാണ് എത്ര കോടി ഡോളറാണ് അമേരിക്കയ്ക്ക് ഈ ആയുധ കച്ചവടത്തിൽ നിന്ന് ലഭ്യമാകുന്നത് എന്നുള്ളതാണ്. US-ൻ്റെ വിദേശ ഉപകരണ വിൽപ്പന ഏകദേശം $319 ബില്യൺ ഉയർന്നു എന്നുള്ള കണക്ക് പുറത്തു വരുന്നുണ്ട്. വിദേശ സൈനിക ആയുധ വിൽപ്പനയിലൂടെ $118 ബില്യൺ ഉൾപ്പെടെ മുൻ വർഷത്തേക്കാൾ 30% വർധനവുണ്ടായി എന്നുള്ളതാണ് ഒരു കണക്ക്. ഓർഡറുകളിലെ ഈ സ്ഫോടനാത്മകമായ വളർച്ച യുക്രൈനുമായി ബന്ധപ്പെട്ടുണ്ടായ വളർച്ചയാണ് എന്നുള്ള കണക്കാണ് പുറത്തു വരുന്നത്. അതായത് യുക്രൈൻ വലിയ തോതിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ആയുധ ഓർഡറുകൾ കുതിച്ചുയരുന്നു. ഈ ആയുധങ്ങളുടെ ഉൽപ്പാദനത്തിൽ വലിയ റെക്കോർഡ് സൃഷ്ടിക്കപ്പെടുന്നു. നൂതന AI നിയന്ത്രിത പ്രതിരോധ സംവിധാനങ്ങളെക്കായുള്ള കരാറുകളിൽ കുത്തനെ വർധനവിലേക്കും ഇത് നയിക്കുമ്പോൾ US-ൻ്റെ സൈനിക വ്യാവസായിക സമുച്ചയം ഒരു കുതിച്ചുചാട്ടത്തിൽ നിന്ന് വൻ നേട്ടങ്ങൾ കൊയ്തു എന്നാണ് കണക്ക്. QRF-ൻ്റെ പഠനം എടുത്തു കാണിക്കുന്നത്. ഇതിൽ ഉത്തേജകമായത് യുക്രൈൻ യുദ്ധം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. യുക്രൈൻ്റെ ആഗോള പ്രതിരോധ ചെലവ്, അതായത് യുക്രൈൻ്റെ അല്ല, ആഗോള പ്രതിരോധ ചെലവ് മൊത്തം 9.4% വർദ്ധിച്ചു. മൊത്തം രാജ്യങ്ങളുടെയും $2.72 ട്രില്യൺ മാറി എന്നുള്ളതാണ് യുദ്ധങ്ങളുടെ ഒരു പരിണിത ഫലം. അത് പ്രധാനമായും യുക്രൈൻ സംഘർഷം മൂലമാണ് എന്നാണ് സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട്. പ്രധാനമായും ഈ സംഘർഷം അത് നിർത്താൻ അടുത്ത കാലത്തൊന്നും സാധിക്കുന്നില്ല എന്നുള്ളതും പ്രധാനമാണ്. അവിടെയാണ് അമേരിക്കയുടെ ചില വ്യാപാര താല്പര്യങ്ങൾ ഇത്തരം കണക്കുകളുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കുന്നത്. ഏകദേശം $67 ബില്യൺ സൈനിക സഹായം യുക്രൈന് അമേരിക്ക നൽകി എന്നുള്ളതാണ് കണക്ക്. ഈ കാലയളവിൽ യുക്രൈൻ്റെ ആയുധ ഇറക്കുമതിയുടെ പകുതിയും അമേരിക്കയുടെ സംഭാവനയായിരുന്നു എന്നതുകൂടി ചേർത്ത് വെക്കണം. അങ്ങനെ ലോകത്തിലെ ഏറ്റവും മികച്ച ആയുധ ഇറക്കുമതിക്കാരായി യുക്രൈൻ മാറുന്ന പശ്ചാത്തലമാണ് ഇവിടെ സംഭവിച്ചത്. ആഗോള ഇറക്കുമതിയുടെ 9% യുക്രൈൻ എന്ന ചെറിയ രാജ്യമാണ് എന്നതുകൂടി ഇതിലൂടെ ചേർത്ത് വെക്കണം. നാറ്റോ സഖ്യകക്ഷികളുടെയും US-ൻ്റെയും മറ്റും വിദേശ ധനസഹായ സംവിധാനങ്ങളിലൂടെ ഒരുപാട് പണം യുക്രൈൻ ലഭിച്ചു. യൂറോപ്പിൻ്റെ വിപുലീകരണ സംവിധാനമുണ്ട്. യുദ്ധത്തിലൊക്കെ പണം നൽകുന്ന സംവിധാനത്തിലൂടെ ഒരുപാട് പണം യുക്രൈന് കിട്ടി. അമേരിക്കനുമായാണ് പല കരാറുകളും ഇവർ ഒപ്പുവെച്ചത് എന്നുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒരുപാട് ബിസിനസ് താൽപ്പര്യങ്ങൾ വലിയ തോതിൽ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നുണ്ട് എന്നുള്ള കണക്ക് കൂടി നമ്മളൊന്ന് ചേർത്ത് വെക്കണം. ഈ 2035 ആകുമ്പോഴേക്കും ഒരു കണക്ക് കൂടി നോക്കണം. 2035 ആകുമ്പോഴേക്കും വാർഷിക പ്രതിരോധ ചിലവ്, ഈ രാജ്യങ്ങളുടെ വാർഷിക പ്രതിരോധ ചിലവ് അത് ഏതാണ്ട് GDP-യുടെ 5% ഉയരും എന്നുള്ള കാര്യം കൂടി, അത്തരത്തിലുള്ള സംഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അത് 2% നിന്നാണ് കുത്തനെയുള്ള ഒരു വർധന ഉണ്ടായിരിക്കുന്നത്. നാറ്റോയുടെ ആയുധ ഇറക്കുമതിയിൽ ഏകദേശം 64% US ആണ് നൽകുന്നത് എന്നതുകൂടി ചേർത്ത് വെക്കണം. യൂറോപ്പിൻ്റെ ദീർഘകാല ഗുണഭോക്താക്കളായി അമേരിക്കൻ സ്ഥാപനങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്ന കണക്ക് കൂടി ചേർത്ത് വെക്കേണ്ടി വരും. അങ്ങനെ യുക്രൈനെ ഇവർ ഒരു പ്രതിരോധ നവീകരണത്തിനുള്ള പരീക്ഷണ കേന്ദ്രമായും വിപണിയായും അമേരിക്ക മാറ്റി എന്നുള്ള കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. റോബോട്ടിക്സ്, AI, ഡ്രോൺ യുദ്ധമേഖലകളിലെ യുക്രൈനിയൻ സ്റ്റാർട്ടപ്പുകൾ ഈ ദശലക്ഷക്കണക്കിന് പാശ്ചാത്യ നിക്ഷേപം ആകർഷിച്ചു എന്നുള്ള കണക്ക് കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ യുദ്ധം എങ്ങനെ ഒരു രാജ്യത്തിന് വിനാശകരമാകുന്നു, മറ്റൊരു രാജ്യത്തിന് അത് പ്രയോജനപ്രദമാകുന്നു എന്നതിൻ്റെ കണക്കുകളാണ് ഇത്രയും നേരവും ഞാൻ വ്യക്തമാക്കിയത്. ഇത്തരത്തിൽ ട്രംപ് സമാധാനത്തിനായി ശ്രമിക്കുമ്പോൾ പോലും യുദ്ധം അമേരിക്ക ആഗ്രഹിക്കുന്നു എന്നുള്ളതും സമാധാനമുണ്ടാകേണ്ട എന്നുള്ള ഒരു പ്രഖ്യാപിതമല്ലാത്ത ലക്ഷ്യമുണ്ട് എന്നുള്ളതുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി നമ്മൾ വിലയിരുത്തണം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. 10 ആണ്ടുകൾക്ക് മുൻപ് യുക്രൈൻ്റെ പ്രസിഡൻ്റായിരുന്ന ഡ്വൈറ്റ് ഡി ഐസൻഹോവർ അദ്ദേഹം ഒരു സൈനിക വ്യാവസായിക സമുച്ചയം എന്നൊരു വിശേഷണം നടത്തിയിരുന്നു. കാരണം ഇതിങ്ങനെ സംഭവിക്കുമെന്നുള്ളത് അമേരിക്കക്കാർക്ക് അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പായിരുന്നു. ദേശീയ നയത്തിൽ അനാവശ്യമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന സൈനിക സ്ഥാപനങ്ങൾ, രാഷ്ട്രീയക്കാർ, പ്രതിരോധ കരാറുകാർ എന്നിവരുടെ ശക്തമായ ഒരു കൂട്ടുകെട്ടായി സ്വാധീനങ്ങൾ മാറും എന്നുള്ള മുന്നറിയിപ്പ് നൽകിയത് 10 ആണ്ടുകൾക്ക് മുൻപാണ്. ഏതാണ്ട് അത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത്തരമൊരു വലിയ ലോബി ലോകത്ത് വളർന്നു വരുന്നു. അവർ ദശലക്ഷക്കണക്കിന് ട്രില്യൺ കണക്കിന് ഡോളറുകളുടെ സമ്പാദകരാണ്, വരുമാനമുള്ളവരാണ്. അവരായിരിക്കും ഇനി ഇത്തരം ആഗോള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുക എന്നുള്ള വിലയിരുത്തലും പല പഠനങ്ങളും ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്.